ദക്ഷിണേന്ത്യയിലെ പുരാതന ശിലാനഗരമായ ഹംപിയിലൂടെയുള്ള എൻ്റെ യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹംപിയിലെ സ്മാരകങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രയുടെ രണ്ടാം ദിനമായ ഇന്ന് മാതംഗ കുന്ന് കയറി കുന്നിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ശ്രീ അച്യുതരായ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഞാൻ. ധാരാളം ഭീമാകരമായ പാറകളുള്ള ഈ മാതംഗ കുന്ന് ഹംപിയിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നാണ്. ക്ഷേത്ര സമുച്ചയത്തിന്റെ പുറംമതിലിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ഈ ചെറിയ കവാടത്തിലൂടെയാണ് ക്ഷേത്ര സമുച്ചയത്തിന്റെ പുറമുറ്റത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ കാണുന്ന കവാട ഗോപുരത്തിലൂടെയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന മുറ്റത്തേക്ക് പ്രവേശിക്കുന്നത്. ഹംപിയിലെ മാതംഗ കുന്നിനും ഗന്ധമാദന കുന്നിനും ഇടയിലായി വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് മുൻപായി വിജയനഗര വാസ്തുവിദ്യ ശൈലിയിൽ നിർമ്മിച്ച അവസാനത്തെ മനോഹരമായ ക്ഷേത്രങ്ങളൊന്നാണ് ശ്രീ അച്യുതരായ സ്വാമി ക്ഷേത്രം. ഹംപിയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് പൊതുവെ ഇവിടെ തിരക്ക് വളരെ കുറവാണെങ്കിലും ഞാൻ രാവിലെ തന്നെ നേരത്തെ വന്നതുകൊണ്ടാകാം ക്ഷേത്ര സമുച്ചയം വളരെ വിജനമാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ മറ്റൊരു ഭാവമായ തിരുവെങ്കലനാഥന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം 1534 ശ്രീ കൃഷ്ണദേവരായയുടെ സഹോദരനായ ശ്രീ അച്യുത ദേവരായയുടെ ഭരണകാലത്താണ് നിർമ്മിച്ചത്. ഏകദേശം 300 മീറ്റർ ചുറ്റളവുള്ള ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിൽ മുഴുവൻ മനോഹരമായ കൊത്തുപണികളുള്ള ഒരു വരാന്തയും പ്രധാന കവാട ഗോപുരത്തിന് പുറമെ കിഴക്കും പടിഞ്ഞാറും വശങ്ങളിലായി 2 ചെറിയ കവാട ഗോപുരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഹംപിയിലെ മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ ധാരാളം കൊത്തുപണികളുള്ള തൂണുകളോട് കൂടിയ ഈ മുഖമണ്ഡപത്തിലൂടെയോ ശ്രീകോവിലിന്റെ ഇരുവശത്തായുള്ള 2 വാതിലിലൂടെയോ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം. പക്ഷേ വാതിലടച്ചിട്ടിരിക്കുന്നതിനാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. ക്ഷേത്രത്തിനു മുൻപിലായുള്ള ഈ കാണുന്ന ചെറിയ അറയിൽ ഒരു ഗരുഡ പ്രതിമ ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രധാന ക്ഷേത്രത്തിന് പുറമെ മുറ്റത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഇരട്ട അറകളുള്ള ഒരു ദേവീക്ഷേത്രവും തെക്ക് കിഴക്ക് ഭാഗത്തായി ഒരു കിണറുമുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിന്റെ പുറം മതിലിനോട് കൂടിയ കവാട ഗോപുരത്തിനടുത്തായി വടക്ക് പടിഞ്ഞാറ് മുറിയിൽ ഒരു കല്യാണ മണ്ഡപവുമുണ്ട്. കവാട ഗോപുരത്തിന് മുൻപിൽ നിന്ന് തുടങ്ങി ഏൻഷ്യൻ പാത്വേ എന്നറിയപ്പെടുന്ന പാത വരെ ഏകദേശം 300 മീറ്റർ ദൂരത്തിൽ നീണ്ടുകിടക്കുന്ന കോട്ടീസൺ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഈ തെരുവിന് പടിഞ്ഞാറ് വശത്തായിട്ടാണ് ക്ഷേത്രത്തിന്റെ പുഷ്കരണി അഥവാ ഒരു പുണ്യക്ഷേത്ര കുളം നിർമ്മിച്ചിരിക്കുന്നത്.
ഈ പുഷ്കരണിക്ക് ഹംപിയിലെ ഞാൻ കണ്ട മറ്റ് പുഷ്കരണിയേക്കാൾ ആഴം കുറവാണ്. അങ്ങനെ ശ്രീ അച്യുതരായ ക്ഷേത്ര സമുച്ചയം സന്ദർശിച്ചതിനു ശേഷം തിരികെ ഹംപി ടൗണിലേക്ക് യാത്രയായി. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കാഴ്ചകൾ കാണാനിറങ്ങിയതുകൊണ്ട് നല്ല വിശപ്പും ദാഹവുമുണ്ട്. തുംഗഭദ്ര നദിക്കരയിലൂടെയുള്ള കമ്പഭൂവ് പാതയിലൂടെയാണ് ഞാൻ ഹംപി ടൗണിലേക്ക് തിരികെ പോകുന്നത്. ആ പാതയിലുള്ള ഒരു കടയിൽ നിന്നും 50 രൂപയ്ക്ക് ഒരു കരിക്ക് വാങ്ങി കുടിച്ച് ദാഹമകറ്റി. രാവിലെ തന്നെ ധാരാളം സഞ്ചാരികൾ കൊട്ടവഞ്ചി യാത്രയ്ക്കായി വന്നിട്ടുണ്ട്. എൻ്റെ യാത്രയുടെ ആദ്യ ദിനം ഈ പാതയിലൂടെയാണ് ഞാൻ ശ്രീ വിജയവത്തല ക്ഷേത്രത്തിലേക്ക് പോയത്. ഇതാണ് പുരാതന ഹംപി ബസാർ തെരുവ്. വീരപക്ഷ ക്ഷേത്രം മുതൽ മാതംകുന്നിന്റെ പടിഞ്ഞാറെ താഴ്വര വരെ ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ പാതയ്ക്ക് ഇരുവശത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ കച്ചവട കേന്ദ്രത്തിന് ഏകദേശം 700 വർഷത്തെ ചരിത്രമുണ്ട്. മുൻപത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ 2 നിലകളുള്ള കമാനങ്ങൾ ഉൾപ്പെടെ വിജയനഗര കാലഘട്ടത്തിലെ നിരവധി ധനികരും കച്ചവടക്കാരും മറ്റു പ്രധാനപ്പെട്ടവരുമായ ആളുകളുടെയും വസതികൾ നിലനിരുന്ന ഈ തെരുവിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ പലരും കടകളും റെസ്റ്റോറന്റുകളും വീടുകളുമാക്കി മാറ്റിയിരിക്കുന്നു. കാലപ്പഴക്കം കൊണ്ട് ഈ ബസാറിന്റെ പല ഭാഗങ്ങളും ഇപ്പോൾ വളരെ അപകടാവസ്ഥയിലാണുള്ളത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാകും രാവിലെ 10 മണിയാകുന്നതിന് മുമ്പേ തന്നെ സഞ്ചാരികളുടെ വാഹനങ്ങളാൽ സമ്മർദ്ദവും കച്ചവട സ്ഥാപനങ്ങളാൽ സജീവമായിരിക്കുന്നു ഈ പാർക്കിംഗ് ഗ്രൗണ്ട്. നല്ല വിശപ്പുള്ളതിനാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ ഞാൻ താമസിച്ച ഹോം സ്റ്റേയുടെ അടുത്തുള്ള ഗീത ഹോട്ടലിലേക്ക് കയറി. ഇന്നലെ ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ അത്താഴം കഴിച്ചത്. അല്പം വില കൂടുതലാണെങ്കിലും നല്ല ഭക്ഷണമാണ് ഈ ഹോട്ടലിൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ എൻ്റെ മുറിയിൽ തിരികെ എത്തിയതിനോടൊപ്പം ഹംപിയിലെ സ്മാരകങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രയുടെ ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരെ എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.